ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു ഇന്ത്യൻ പൗരയാണ്. അതുകൊണ്ട് തന്നെ ഏത് സാഹചര്യത്തിലും ഞാൻ എൻ്റെ രാഷ്ട്രത്തിന്റെ താല്പര്യത്തോടൊപ്പം തന്നെ നിൽക്കും. നിങ്ങൾ എത്ര തെറി വിളിച്ചാലും എത്ര സംഖ്യ ചാപ്പയടിച്ചാലും അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല. നിങ്ങൾ എന്ത് പറയുന്നു, നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്ന് കരുതി എൻ്റെ നിലപാടുകളും എൻ്റെ അഭിപ്രായങ്ങളും മാറ്റാനും എൻ്റെ പിന്തുണ പിൻവലിക്കാനും ഒന്നും ഞാൻ തയ്യാറല്ല. നിങ്ങൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി കമന്റ് ബോക്സിൽ വന്നു, മെസ്സഞ്ചറിൽ വന്നു, വാട്സപ്പിൽ വന്നു വിളിക്കുന്ന തെറിവിളികൾക്കൊക്കെ വളരെ സന്തോഷം. കാരണം അത് പ്രതികരിക്കാനും എന്നെ തെറി പറയാനും ഒക്കെ നിങ്ങൾക്ക് ഈ രാഷ്ട്രം നൽകുന്ന സ്വാതന്ത്ര്യമാണല്ലോ. യഥാവിധി നിങ്ങളത് പ്രയോജനപ്പെടുത്തിക്കോ, ഒരു പ്രോബ്ലവുമില്ല. പക്ഷേ പറയേണ്ടുന്ന സമയത്ത് പറയുക തന്നെ ചെയ്യും. പാർട്ടി പാർട്ടിയോട് ഒരു രൂപത്തിലുള്ള അനുഭാവവുമില്ല. മറിച്ച് കുറച്ച് വിദ്യാർത്ഥികൾ അവരുടെ റൈറ്റ്സിനു വേണ്ടി സമരം ചെയ്യുമ്പോൾ അവരോട് ഐക്യപ്പെടുന്നു. കാരണം അവരുടെ വേദനകൾ, ഭാവിയുടെ വാഗ്ദാനങ്ങളാകുന്ന മക്കൾ അവര് കഷ്ടപ്പെട്ടു പഠിച്ചു പരീക്ഷ എഴുതുന്നത് അവർക്ക് വിജയിക്കണം. അവരുടെ കരിയർ വ്യക്തമായ രൂപത്തിൽ അവർക്കൊരു ധാരണയുള്ളത് കൊണ്ട് തന്നെയാണ്. അവർക്ക് നീതി ലഭിക്കുക തന്നെ വേണം. മറിച്ച് അങ്ങനെ ഒരു സമരമുഖത്ത് അല്ലാഹു അക്ബർ എന്നുയരരുത്, നാരേ തക്ബീർ എന്നുയരരുത്. അതിനകത്ത് ദാബത്തുൽ അർള് എന്ന് പറഞ്ഞ ലോകാവസാനത്തിന്റെ അടയാളമായിട്ട് പ്രവാചകൻ പഠിപ്പിച്ചതാണ് ഈ പാർട്ടി പാർട്ടികളുടെ ഉത്ഭവം എന്ന സമവാക്യം ഉണ്ടാകരുത്. ഉമർ ഖാലിദിനെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ ഭീകരവാദികൾക്കു വേണ്ടി, തീവ്രവാദികളെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ഒരു ക്യാമ്പയിൻ അവിടെ ഉയരരുത്. അവിടെ NRC വിഷയമല്ല ഉയരേണ്ടത്, വഖഫ് ബോർഡിന്റെ വിഷയങ്ങളല്ല അവിടെ ഉയരേണ്ടത്. അവിടെ കൃത്യമായ രൂപത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള റൈറ്റ്സ് ഉണ്ടായിക്കോട്ടെ. കാശ്മീർ വിഷയം ഉയർത്തിപ്പിടിച്ച് മുഹമ്മദ് അലി ജിന്നയുടെയും യഹ്യാ സിൻവാറിന്റെയും ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ച് കൊടും ഭീകരനായിട്ടുള്ള ഉമർ ഖാലിദിനെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ഇത്തരം സമരങ്ങളും സംഘടനകളും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതായത് പാറ്റാ സമരത്തിനോടൊപ്പം ചേർന്ന് ഈ രാജ്യത്ത് കലാപമുണ്ടാക്കാനും ഈ രാജ്യത്തിന്റെ സമാധാനം തകർക്കാനും അക്രമം ഇളക്കിവിടാനുമുള്ള നീക്കം ഈ രാജ്യത്ത് സുരക്ഷാ സേനയുള്ളിടത്തോളം നടക്കില്ല. നേപ്പാളിൽ നിന്ന് അതിർത്തി കടന്ന് ഇന്ത്യയിലെത്താനുള്ള നീക്കമാണ് ഇന്ത്യൻ ആർമി പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തത്. ഖലിസ്ഥാൻ വിഘടനവാദ സംഘടനയായിട്ടുള്ള വാരിസ് പഞ്ചാബ് ദേ എന്ന് പറയുന്ന സംഘടനയിലെ സജീവ അംഗമായിട്ടുള്ള ബിക്രംജിത് സിംഗ്, US പൗരത്വമുള്ള മംബീർ സിംഗ് ധില്ലൻ, ഇവരാണ് അതിർത്തി കടക്കാൻ ശ്രമിച്ചതിന് ഇന്ത്യൻ ആർമി പിടിച്ചു വെച്ചത്. ഇവർക്ക് സഹായം ചെയ്തതോ 3 പ്രാദേശിക ഗുണ്ടകളും. ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം, സശസ്ത്ര സീമാബൽ അതായത് SSBയുടെ 42ാമത്തെ ബറ്റാലിയനും ലോക്കൽ പോലീസും റുപൈദിഹ അതിർത്തിയിലാണ് സുപ്രധാനമായിട്ടുള്ള ഓപ്പറേഷൻ നടത്തിയത്. വിസയില്ലാതെ ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിക്കുകയായിരുന്ന സിഖ് അമേരിക്കൻ പൗരനായിട്ടുള്ള മംബീർ സിംഗ് ധില്ലൻ നിലവിലുള്ള അസ്ഥിരമായിട്ടുള്ള ഈ സാഹചര്യം മുതലെടുത്ത് അക്രമത്തിന് പ്രേരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പ്രതികൾ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ചത് എന്ന് ഇന്ത്യൻ ആർമി ഡിക്ലെയർ ചെയ്തു. 2023 ഫെബ്രുവരിയിൽ പഞ്ചാബിലെ അജിനാല പോലീസ് സ്റ്റേഷനിൽ നടന്ന അക്രമത്തിലും കൊലപാതകത്തിലും പ്രതിയാണ് ബിക്രംജിത്ത്. പിടികിട്ടാ പുള്ളിയായിരുന്ന ഇയാള് വ്യാജ ഐഡന്റിറ്റി സ്വീകരിച്ച് വ്യാജരേഖകൾ ഉപയോഗിച്ച് തന്റെ നാഷണാലിറ്റി ഇന്ത്യക്കാരനാണ് എന്ന് വരുത്തി തീർത്തിട്ട് നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. വ്യാജ ആധാർ കാർഡ് ഉപയോഗിച്ച് ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇയാളെന്ന് പോലീസ് പറഞ്ഞു. രാജ്യത്തിന്റെ തലസ്ഥാനത്ത് ഒരു കലാപ അന്തരീക്ഷം ഉണ്ടാക്കുകയും ആ ജനങ്ങളെ മുഴുവനും ഇളക്കി വിടുകയും ചെയ്തിട്ട് ഇവരെന്താ ചെയ്യുന്നത്? അതിർത്തിയിലൂടെ ബംഗ്ലാദേശികളും പാക്കികളും നമ്മുടെ രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നു. നമ്മുടെ രാജ്യത്തിനകത്തുള്ളവർ തന്നെ അതിന് സഹായം ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ ഈ രൂപത്തിലുള്ള രാജ്യവിരുദ്ധത അംഗീകരിക്കാൻ ഒരു ഇന്ത്യൻ പൗര എന്ന നിലയിൽ എനിക്ക് സാധിക്കില്ല. സത്യം എന്നത് എല്ലാ കാലവും എല്ലാവർക്കും മൂടി വെക്കാൻ പറ്റുന്ന ഒരു വസ്തുതയല്ല.
ചില സാഹചര്യങ്ങളിലെങ്കിലും ചിലർക്കത് തുറന്നു പറയേണ്ടി വരും. ആരാണ് ഈ സമരം നേതൃത്വം നൽകുന്നത്? പറഞ്ഞ രാജ്യദ്രോഹിയാണ്. ഒരു ലഡാക്ക് വഴി ചൈന ഇന്ത്യ ആക്രമിക്കുകയാണെങ്കിൽ ചൈനയ്ക്ക് ഇന്ത്യയിലേക്ക് വഴികാട്ടി കൊടുക്കുമെന്ന് പറഞ്ഞ ആളാണ് ഈ സോനം വാങ്ചുക്. അയാൾ ഒരു അന്തം രാജ്യദ്രോഹിയാണ്. ഏതെങ്കിലും ഫോർത്ത് മുഖമില്ലാത്ത സൈബർ വ്യാളിയല്ല. ഒരു വാർത്താ ചാനൽ പ്രധാനിയുടെ പോസ്റ്റാണ്. അയാൾ മാത്രമല്ല, ഈ ദിവസങ്ങളിൽ നൂറുകണക്കിന് സൈബർ വ്യാജന്മാർ, വെറുപ്പിന്റെ വക്താക്കൾ, പണ്ടേ പോരാടാത്തവർ, പോരാട്ടങ്ങളെ ബാക്ക് സ്റ്റാബ് ചെയ്തവരുടെ പിന്മുറ ആരാധകർ പണച്ചിറക്കുന്ന ഒരു പച്ചക്കള്ളമാണ്. അധാർമിക പണികൾ, ഇമ്മോറൽ വൃത്തികേടുകൾ അവർക്കൊരു പുതിയ കാര്യവുമല്ല. जब चीन घुस आता है तो लद्दाख के लोग जान देकर रोकते हैं, मगर अब अगर भारत सरकार हमारे लिए कुछ नहीं कर रहा है तो अगली बार वो आए तो हम उनको रास्ता दिखाएंगे, हम रोकेंगे नहीं. हम जान क्यों दे जब हमारा कोई संरक्षण नहीं हो रहा है. डोंट किल द मैसेंजर कहते हैं ना, सॉल्व द प्रॉब्लम. उनका तो फ्रस्ट्रेशन निकल रहा है, आप समस्या का हल करें तो बेहतर होगा. तो सरकार को इन അതായത് മലയാള മാധ്യമങ്ങൾക്ക് പോലും ഇത്തരം വസ്തുതകൾ തള്ളിക്കളയാൻ സാധിക്കാതെ അവര് പോലും സഹികെട്ടിട്ട് ആ യാഥാർത്ഥ്യം തുറന്നു പറയുവാണ്. അതായത് ലഡാക്ക് കലാപകാലം ആ സമയത്ത് അയാൾ പറഞ്ഞത് അതിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഈ വാങ്ചുക് എന്ന് പറയുന്ന ആൾ. ഇയാളാണ് ഇന്ന് പാറ്റാ പാർട്ടിയുടെ നേതൃത്വവും ഏറ്റെടുത്തിരിക്കുന്നത്. ഇയാൾ പറഞ്ഞ ഇന്ത്യ വിരുദ്ധതയാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വാർത്തയാകുന്നത്. അതായത് ചൈന ലഡാക്കിലേക്ക് കടന്നു കയറിയാൽ അവരെ ഞങ്ങൾ തടയില്ല. അതായത് ഇന്ത്യയെ ചൈന ആക്രമിക്കണം, അതുകൊണ്ട് അവരെ ഞങ്ങൾ തടയില്ല, പകരം അവർക്ക് ഇന്ത്യയിലേക്ക് ഞങ്ങൾ വഴി കാണിച്ചു കൊടുക്കുമെന്നാണ് വാങ്ചുക് പറഞ്ഞത്. ഇന്ത്യയിലെ പ്രതിപക്ഷവും സെലിബ്രിറ്റികളും അവതാരകരും മഹാനടന്മാരുടെ മക്കളുമൊക്കെ പിന്തുണയ്ക്കുന്നത് ഈ ഇന്ത്യ വിരുദ്ധ പാർട്ടിയെയാണ് എന്നത് മറക്കരുത്. കാരണം ഇന്ത്യ വിരുദ്ധനായ ചൈന ഇന്ത്യയെ ആക്രമിച്ചാൽ ലഡാക്ക് വഴി ഇന്ത്യയിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കും എന്ന് പറഞ്ഞ വാങ്ചുക് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവനായേക്കാം. എന്തുകൊണ്ടാണ് ഈ സമരത്തെ പിന്തുണയ്ക്കുകയും ഈ സമരത്തിന്റെ ലക്ഷ്യങ്ങളെ എതിർക്കുകയും ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം. ഈ സമരമുഖത്തേക്ക് ഇറങ്ങിയ കുട്ടികൾ അവരുടെ നീതിക്ക് വേണ്ടി ഇറങ്ങിയതാണെങ്കിൽ ഏതോ സാഹചര്യത്തിൽ ഈ സമരം ഹൈജാക്ക് ചെയ്യപ്പെട്ടു. മതതീവ്രവാദികൾ നിയന്ത്രിക്കുന്ന അവരുടെ അജണ്ടകൾ നടപ്പിലാക്കുന്ന ഒരു സമരമുഖമായി, ഒരു പ്രതിഷേധമായി ഇത് മാറി. മുമ്പ് ബംഗ്ലാദേശിലും ഇതേപോലെ തന്നെയായിരുന്നു. സംവരണ പ്രശ്നത്തെ സംബന്ധിച്ചിട്ടായിരുന്നു യുവാക്കൾ സമരമുഖത്തേക്ക് ഇറങ്ങിയത്. ഒടുവിൽ ആ സമരം ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായ ഷെയ്ഖ് ഹസീന ഒളിച്ചോടേണ്ടുന്ന സാഹചര്യത്തിലേക്ക് എത്തി. അതുപോലെ നരേന്ദ്രമോദി ഒരിക്കലും ഒളിച്ചോടില്ല. കാരണം നരേന്ദ്രമോദിയുടെ പട്ടാളം രാജ്യത്തെ സ്നേഹിക്കുകയും രാജ്യത്തെ സേവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ്. ഒരു തീവ്രവാദിയുടെ വാക്കുകൾ കൂടി കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വയനാടാണ് പേപ്പർ ചോർന്നതല്ലേ, പിന്നെ എന്തിനാ മോനോടെ പോയത്? എന്തിനാ പോയത്? CJP ഞാൻ പേഴ്സണലി കാണുന്നത് ഒരു ലോകാവസാനത്തിന്റെ അടയാളം ഇസ്ലാമിൽ 6ാമത്തെ കാർബണിന്റെ ചട്ട എന്ന് പറയുമ്പോ കാതറാക്കാന്റെ മുട്ട. ഈവൻ സുലൈമാൻ പുള്ളിമാൻ പേടമാൻ പോറ്റെ ഞാനാ എന്റെ പൊന്നുമൈരേ, നീ എന്തിനാ ആദ്യം അവിടെ പോയത് എന്നുള്ള ബോധമാണ്. കുറെ എണ്ണ ഇറങ്ങിയിട്ടുണ്ട് പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞിട്ട്, വെറുതെ ഡൽഹിക്ക് കിട്ടിയ ട്രെയിനും കയറി പോവാ. അങ്ങനെ കുറെ എണ്ണം, ഇതുപോലത്തെ കുറെ എണ്ണത്തിനെ പിടിക്കാണ്ട് കാണാം. എടാ ആരടാ അവനൊക്കെ? അതായത് ലോകാവസാനത്തിന്റെ അടയാളമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവനൊക്കെ ഈ സമരമുഖത്തേക്ക് വയനാട്ടിൽ നിന്ന് പെട്ടിയും കിടക്കയും പറിച്ച് ഓടിയേക്കുന്നത്. എന്റെ പൊന്ന് കൈസ്, ഒരു മദ്രസ പൊട്ടന മലമൂട്ടിൽ നിന്ന് വണ്ടി പിടിച്ച ഡൽഹി പ്രൊട്ടസ്റ്റിന്റെ ഇടയിൽ ചെന്ന് കേറിയിട്ടുണ്ട്. ഈ മതവർണ്ണ പെരിച്ചായുടെ ഊളത്രമെന്ന് ആദ്യം കേക്ക്. വയനാടാണ് പേപ്പർ ലീക്കിനല്ല, CJP ഞാൻ പേഴ്സണലി കാണുന്നത് ഒരു ലോകാവസാനത്തിന്റെ അടയാളം ഇസ്ലാമിൽ 6ാമത്തെ 7ാമത്തെ ദാബത്തുൽ അർള് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. പീസ് ഫ്രം എർത്ത്, ലൈക്ക് കോക്രോച്ചസ്, ലൈക്ക് ഇൻസെക്ട്സ്, and that's deeply connected to Islam. Even Solomon, Sulaiman,
And as far as I'm concerned, as a deep religious Muslim, I see it as a sign of end times. That's what I feel like. പേപ്പർ ലീക്ക് ഒന്നും ഇവനൊരു വിഷയമേ അല്ല. ഇവൻ ഇസ്ലാം മതപ്രകാരമുള്ള ലോകാവസാനം കാണാൻ കാത്തുകെട്ടി കിടക്കാണ് ഊള. ഇവനൊക്കെ എന്തൊലത്താനാണാവോ വണ്ടിയും പിടിച്ച് ഇങ്ങോട്ടൊക്കെ കുത്തി കയറിച്ചെന്ന് ഒരു പിടുത്തമില്ല. ഇതുപോലെയുള്ള ആളുകളെയാണല്ലോ ഈ സമരമുഖത്ത് ആവശ്യം. അതല്ലാതെ നീതിക്കു വേണ്ടി പട പൊരുതുന്ന ഒരു യുവതലമുറയെ അല്ല ഇവർക്ക് വേണ്ടത്. എന്തു പറഞ്ഞാലും പൊട്ടിത്തെറിക്കാൻ സന്നദ്ധരായിട്ടുള്ള റാൻമൂളികളായിട്ടുള്ള കുറച്ച് മദ്രസ പൊട്ടന്മാർ ഈ സമരം ഹൈജാക്ക് ചെയ്തതോടെ ഇതിന്റെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിച്ചിരിക്കുന്നു. ഇത്തരം മതവർണ്ണ കഴിവേറുകൾ ഈ സമരത്തിന്റെ ഇടയിൽ നുഴഞ്ഞു കയറി സമരത്തിന്റെ വില കളയുന്ന കാഴ്ച നമ്മളിപ്പോ കുറെ കണ്ടു തുടങ്ങുന്നുണ്ട്. ഈ സമരത്തിനെ എതിർത്ത് പറയാൻ വേണ്ടി ഏതെങ്കിലും ഒരു തെറ്റ് വീണ് കിട്ടാൻ വേണ്ടി കാത്തു കെട്ടി കിടക്കുന്ന കുറെ ചാണകവർണ്ണങ്ങൾ ഈ നാട്ടിലുണ്ട്. അവന്മാര് കട്ടിക്കാനുള്ള വടി വെട്ടിക്കൊടുക്കലാണ് ഇത്തരം മതവർണ്ണ കഴിവേറുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഈ സമരത്തെ ആദ്യം എല്ലാവരും പിന്തുണച്ചു. കാരണം കുറച്ച് യുവാക്കളുടെ ഭാവിയെ സംബന്ധിക്കുന്ന ആകുലതകളാണ്. എല്ലാവരും ഈ സമരത്തെ പിന്തുണച്ചു. പക്ഷേ ക്രമേണ വന്നപ്പോൾ ഈ സമരം ലക്ഷ്യം തെറ്റി സഞ്ചരിക്കാൻ തുടങ്ങി. ഈ തോണിക്കകത്ത് തന്നെ അതിനകത്ത് തന്നെ തുള വീഴുകയും അത് മുങ്ങിപ്പോകുകയും ചെയ്യുന്നത് ഒരു പരിധിവരെ ആ സമരമുഖത്തേക്ക് ഇറങ്ങിയ ആളുകൾക്ക് കാണാൻ കഴിഞ്ഞില്ല. ഇത് മതതീവ്രവാദികൾക്കു വേണ്ടി മാത്രമുള്ള ഒരു സമരമായി മാറി. ചാണകങ്ങൾ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് വെറുതെ ചാണകങ്ങളെ ആക്ഷേപിക്കണ്ട. ശരിക്ക് ഈ സമരത്ത് CAA വിഷയമാണോ ഉയരേണ്ടത്? ആണോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. പൗരത്വ ഭേദഗതി വിഷയത്തെ കുറിച്ചിട്ടാണോ ഇവിടെ ഉയരേണ്ടത്? വഖഫ് വിഷയത്തെ കുറിച്ചിട്ടാണോ ഇവിടെ ഉയരേണ്ടത്? ഉമർ ഖാലിദിന്റെ ചിത്രവും പൊക്കിപ്പിടിച്ചിട്ടുള്ള സമരമുഖമായിരുന്നോ പാറ്റകൾ നീറ്റ് ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ടിട്ട് ആകുലതകളുമായി രംഗത്തിറങ്ങിയതിനു വേണ്ടിയായിരുന്നോ?